എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാത സമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം വഴിവാതിൽ തുറന്നതിന് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി അല്പം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏത് മേഖല നോക്കിയാലും എവിടെ നോക്കിയാലും സാധാരണപ്പെട്ടവന് നീതി ലഭിക്കാത്ത ഒരവസ്ഥാവിശേഷമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഓഫീസുകളിൽ ചെന്നാൽ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അടുത്ത് ചെന്നാൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരാരോടും പ്രതികരിച്ചാലും യാതൊരു പ്രയോജനമില്ല. പിന്നെയോ ഉന്നതാധികാരികൾ ഉന്നതന്മാരുടെ പക്ഷമാണ് ഏത് സമയത്ത് നിൽക്കുന്നത്. ഭരണകക്ഷിയുടെ അല്ലെ പ്രതിപക്ഷത്തിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത്. മതാചാര്യന്മാർ, രാഷ്ട്രീയ പ്രമുഖന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിദ്യാസമ്പന്നർ, യൂണിയൻ നേതാക്കൾ, യൂണിയൻ അംഗങ്ങൾ, ഇവരെല്ലാം ഉന്നത അധികാരങ്ങൾക്ക് പാദസേവ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എന്നാൽ അതൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളക്കരയിൽ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം മേയറും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയറും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും കൂടി ഒരു KSRTC പാവപ്പെട്ട മനുഷ്യനെ ഡ്രൈവറെ തടയുകയും കേസെടുപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ 12 മണിക്കൂറോളം സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്ത ഒരു ദയനീയ സംഭവം നടന്നതിൽ ഞാൻ അതിയായി ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. കാരണം വണ്ടിക്ക് യാതൊരു കേടുമുണ്ടാക്കാതെ എത്രയോ ജീവൻ രക്ഷിച്ച് എത്രയോ അപകടങ്ങൾ താണ്ടി തൃശ്ശൂർ ഭാഗത്തു നിന്ന്, ഇവിടെ നിന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്ന് തിരിച്ച് തിരുവനന്തപുരം തമ്പാനൂരേക്കും ബസ് കൊണ്ടുവന്ന ആ മകൾ വ്യക്തിയെ ഏതാണ്ട് നിസ്സാര കാര്യം പറഞ്ഞ് ബഹുമാനപ്പെട്ട മേയറും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും സഹോദരന്മാരും കൂടി ചേർന്ന് തടയുകയും വണ്ടിയിൽ നിന്ന് ഇറക്കി നിർത്തുകയും പോലീസിനെ കൊണ്ട് കേസിലെപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവം. അതുപോലെ തന്നെ അദ്ദേഹം കൊടുത്ത പരാതി ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ എടുക്കാഞ്ഞത്, ഗമനിക്കാതെ പോയത് ഉന്നത അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം രാഷ്ട്രീയത്തിൽ അവർ ഭരണത്തിൽ എത്തണമെങ്കിൽ പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരുടെയും കാല് പിടിച്ച് ചിരിച്ച് കാര്യം പറഞ്ഞ് അവർ ഭരണത്തിൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ അവരൊരിക്കലും മറക്കരുത് തങ്ങൾ ഇന്ന അവസ്ഥയിൽ കൂടി വന്നവരാണ് എന്നുള്ളത്. മറന്നാൽ തെറ്റാണ്. അധികാരം കിട്ടി, കസേര കിട്ടി, അധികാരത്തിൻ്റെ മുമ്പിൽ സാധാരണക്കാരനെ ദുഷിക്കുന്ന ഒരു പ്രവണത ശരിയായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നാൽ ഇവിടെ അതല്ല നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സാധാരണപ്പെട്ടവന് അല്ലെങ്കിൽ ഒരു നിസ്സാര ജോലിക്കാരന് മറ്റുള്ളവരുടെ മുമ്പിൽ, ഉന്നതാധികാരികളുടെ മുമ്പിൽ ഒച്ചാലിച്ച് നിൽക്കേണ്ടതായ ഒരവസ്ഥ വിശേഷം. കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് ജനാധിപത്യമാണ് എന്ന് പറയുന്നുവെങ്കിലും ഇന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഹങ്കാരത്തോടും അക്രമത്തോടും രാജകീയ ഭരണത്തെക്കാൾ വെല്ലുന്ന മനസ്ഥിതിയോട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ രണ്ടുപേരും ചെയ്തത് തെറ്റാണ്, രണ്ടുപേരും ചെയ്തത് നല്ലതാണ്, ശരിയാണ് എന്ന് ഞാൻ പറയുകയാണ്. ഏതാണ്ട് പട്ടം മുതൽ പാളയം വരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അവരുടെ വാഹനം വന്ന് അവരുടെ ഔദ്യോഗിക വാഹനത്തിലല്ല, പിന്നെയോ ഒരു വാഹനത്തിൽ വന്നു. ചിലപ്പോൾ സൈഡ് കൊടുത്തില്ലെന്ന് വരാം, ചിലപ്പോൾ കൊടുത്തെന്ന് വരാം, ചിലപ്പോൾ അവരെ അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ബഹുമാനപ്പെട്ട മേയറും ബഹുമാനപ്പെട്ട MLAയും അല്ലെങ്കിൽ അവരുടെ ഭർത്താവും അത് നിസ്സാരമാക്കി തള്ളിക്കളയാനുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ഞാൻ ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയജനങ്ങളെ, സാധാരണപ്പെട്ടവന് നമ്മുടെ ഈ ജനായത്വത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. മേയറോ കളക്ടറോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവർ അവരുടെ ഔദ്യോഗിക വാഹനത്തിലല്ല യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ പാവപ്പെട്ടവൻ എങ്ങനെ അവരുടെ തിരിച്ചറിയും എന്നുള്ളത് മനസ്സിലാക്കണം. ഇവനെ ഒരു വണ്ടി ഓടിച്ച് ഇവനെ വിളിച്ചെന്ന് കഷ്ടപ്പെട്ട് പോലത്തെ വെയിലും കഷ്ടതയും എല്ലാ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ചെയ്തുകൊണ്ട് അവൻ വിശ്രമത്തിനായിട്ട് പോകുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിൽ നാളിൽ ഇറക്കി വിട്ട് കാണിച്ച ബഹുമാനപ്പെട്ട MLAയോടും ബഹുമാനപ്പെട്ട മേയറോടും എനിക്ക് സഹതാപമാണ് തോന്നാറുള്ളൂ. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് 12 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തി എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. അദ്ദേഹം കൊടുത്ത പരാതി പോലും അത് അന്വേഷിക്കുവാനോ അതിനടുത്ത് തീരുമാനമെടുക്കുവാനോ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ സമയം കണ്ടെത്തിയില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 പേരെയും തലസ്ഥാനത്ത് നിന്ന് ഏത് പ്രകാരം ഈ ഡ്രൈവറെ തലസ്ഥാനത്ത് മാറ്റിയോ അതുപോലെ തന്നെ ആ ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട മേയറേയും തലസ്ഥാനത്ത് നിന്ന് അന്വേഷണം കഴിയുന്നവരും മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ല എങ്കിൽ ഇവരുടെ കേസ് 2 പേരും ഒരുപോലെ എടുത്ത് അന്വേഷിക്കണം. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലാതെ ഒരാൾ പറയുന്നത് മാത്രം കേട്ട് അംഗീകരിക്കുന്ന പ്രവണത ശരിയല്ല. അത് ജനായത്വമല്ല, അത് കാളത്തരമാണ്, അത് ഏകാധിപത്യമാണ് എന്നുള്ളത് ഞാൻ തീർത്ത് പറയും. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മേയറും ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട ഡ്രൈവറും ഒരുപോലെയാണ്, ജനങ്ങൾ ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ കേസുകൾ കൈകാര്യം ചെയ്യുകയും ഇവരെ 3 പേരെയും ഒരുപോലെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ചെയ്തില്ല എങ്കിൽ അത് ജനങ്ങൾ സഹിക്കത്തില്ല എന്നുള്ളത് കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. മേജറും ബഹുമാനപ്പെട്ട ഭർത്താവും ചെയ്തത് ശരിയാണ്, ഡ്രൈവറും ചെയ്തത് ശരിയാണ്, 2 പേരും ചെയ്ത് ശരി, അവരുടെ രീതി അനുസരിച്ച് ശരിയാണ്. പക്ഷേ അത് ശരിയോ തെറ്റോ എന്നുള്ളത് തീരുമാനമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരാളെ മാത്രം പരാതി സ്വീകരിക്കുകയും അതനുസരിച്ച് കേസെടുക്കുകയും മറ്റേയാളുടെ പരാതി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് നീതിയല്ല, ശരിയല്ല, അത് യോഗ്യമല്ല എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിൽ സ്വീകരിക്കുമോ, മനസ്സില്ലെങ്കിൽ പള്ളികൾ ചെയ്യാം. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി, ഞാൻ സാമൂഹ്യ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളോട് അറിയിക്കുന്നത്. അതുകൊണ്ട് ഒരുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയോ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോ ഗവൺമെൻറ്റോ ഈ 2 പേരുടെയും പരാതി ഒരുപോലെ സ്വീകരിക്കുകയും 2ഉം അന്വേഷിക്കുകയും അതിന് തീരുമാനം വരുന്നവരെ ഏത് പ്രകാരം ഈ ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയോ അതുപോലെ തന്നെ ഈ MLAയും ബഹുമാനപ്പെട്ട MLAയും ബഹുമാനപ്പെട്ട മേയറേയും അവിടുന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്നുള്ളതിനെ പരിശോധിച്ചു. ബഹുമാനപ്പെട്ട മേയറും ബഹുമാനപ്പെട്ട MLAയും അവരുടെ ഔദ്യോഗിക വാഹനമല്ലാതെ മറ്റു വാഹനത്തിൽ പോയി ഏത് ഭവനത്തിൽ പോയി എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയി അല്ലെങ്കിൽ എന്തിനു പോയി എന്നുള്ളത് കൂടി അന്വേഷിക്കണം. അവിടെ മദ്യം വിളമ്പിയിരുന്നോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം. അവരെ മദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. അത് ബഹുമാനപ്പെട്ട അധികാരി ചെയ്തതിൽ തെറ്റാണ്. കാരണം ഇനിയെങ്കിലും അത് അന്വേഷിക്കുക. അവരെവിടെ പോയിരുന്നു, എവിടെ മീറ്റിംഗ് അല്ലെങ്കിൽ ഏത് വീട് സന്ദർശനത്തിന് പോയിരുന്നു, അല്ലെങ്കിൽ ഏത് പരിപാടിക്ക് പോയിരുന്നു, അവിടെ മദ്യം വിളമ്പിയോ അവരാഹാരം കഴിച്ചോ എന്നുള്ളത് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. 2 പേർക്കും ഒരേ തരത്തിൽ നീതി കൊടുക്കുവാൻ നീതിപീഠങ്ങളും ബഹുമാനപ്പെട്ട പോലീസും ഗവൺമെൻറ് തയ്യാറാകണമെന്ന് ആരംഭിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ കടാക്ഷിക്കട്ടെ. ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെ നടത്തുവാൻ
എല്ലാവരെയും ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി, സാമൂഹ്യ പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.